ഹലോ, ഇന്ന് നമ്മൾ സാമ്പ്രാണിക്കൊടിയിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇത് കൊല്ലം ജില്ലയിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പോകുമ്പോഴത്തേക്കും ഇവിടെ കൗണ്ടറുകളുണ്ട്, 2 പോയിന്റുകളുണ്ട്. അപ്പം അതിനകത്ത് നമ്മൾ ഫസ്റ്റ് പോയിന്റിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ വഴിയിൽ ഒരാളെ കണ്ടപ്പം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഫസ്റ്റ് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ടൈമും അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് പാർക്കിംഗ് ഏരിയകളുണ്ട്. നമ്മൾ പോരുന്ന വഴിക്ക് തന്നെ ഒത്തിരി പേ ആൻഡ് പാർക്ക് കാണാൻ പറ്റും. പക്ഷേ കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സാമ്പ്രാണിക്കൊടിയിലേക്ക് പോകുന്ന അതിനടുത്ത് തന്നെ പാർക്കിംഗ് സൗകര്യമുണ്ട്. അപ്പം അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ ഞങ്ങളിവിടെ നിന്നപ്പോൾ ഇങ്ങോട്ട് ബസ് വരുന്നത് കാണാൻ പറ്റും കേട്ടോ. അതായത് ചിന്നക്കടയിൽ നിന്ന് ഇങ്ങോട്ട് ബസ് സർവീസ് ഉണ്ട്. അതുപോലെ നമുക്കറിയാലോ, സാമ്പ്രാണിക്കൊടി എന്ന് പറഞ്ഞാൽ ഒരു ഐലൻഡാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം എല്ലാം ഇവിടെയുണ്ട്. അതുപോലെ ഇപ്പം എക്സ്ട്രാ ഡ്രസ്സ് കൊണ്ടുവരാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്കിവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വാങ്ങാനും ഒക്കെയുള്ള സൗകര്യം ഇവിടെയുണ്ട്. പിന്നെ കാർ പാർക്കിങ്ങിന് നമുക്ക് 50 രൂപയാണ് ആയത്. ഇനി ചിലപ്പോൾ വണ്ടിയുടെയൊക്കെ വ്യത്യാസം അനുസരിച്ചിട്ട് എമൗണ്ടിന് ചിലപ്പം റേറ്റ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിനടുത്തടുത്തായിട്ട് നമുക്ക് ഹോട്ടലുകളും അവൈലബിൾ ആണ് ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ സാമ്പ്രാണിക്കൊടി ഐലൻഡിലേക്ക് പോകുന്നത് ബോട്ടിലാണ് പോകുന്നത്. അപ്പം നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലഗേജ് ഒന്നും എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത് വണ്ടിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സേഫായിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ അവിടെ ഇറങ്ങി കഴിയുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നനയാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ ബോട്ടിന് ഒരാൾക്ക് 150 രൂപയാണ് ഫീ ഈടാക്കുന്നത്. അതിൽ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ 150 രൂപ എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ടുള്ളത് മാത്രമല്ല, തിരിച്ചുള്ള, അതായത് അങ്ങോട്ടും അതുപോലെ തിരിച്ചും കൂടിയുള്ള റേറ്റാണ് ഈ 150 എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഈ പോയിന്റിൽ ഏകദേശം ഒരു മുട്ടോളം വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ ബാഗ് കൊണ്ടുപോകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുമാത്രമല്ല, നമ്മൾ ആ ബോട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയല്ല ചെയ്യുന്നത്. അത് തിരിച്ചു വന്നിട്ട് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും പിന്നെ കൊണ്ടുപോകാൻ വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ലഗേജ് ഒന്നും കൊണ്ടുപോകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ ഫോണാണെന്നുണ്ടെങ്കിൽ പോലും നനയാനുള്ള ചാൻസ് കൂടുതലുള്ളതുകൊണ്ട് അതിനനുസരിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഫോണും കൊണ്ടുപോകുന്നതായിരിക്കും ബെറ്റർ. ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ എന്തൊക്കെയാണ് നമ്മൾ പാലിക്കേണ്ടതെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്കിവിടെ ക്യാഷും അതുപോലെ ഗൂഗിൾ പേയും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പാർക്കിംഗ് സൗകര്യം ഇവിടെ ഏകദേശം ഒരു കിലോമീറ്റർ മുന്നേ തൊട്ട് പേ ആൻഡ് പാർക്ക് സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ വലിയ വാഹനങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഇതിനടുത്ത് തന്നെ കൊണ്ട് പാർക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ചെറിയ വാഹനങ്ങളുടെ കാര്യമാണ് കേട്ടോ ഞാൻ അടുത്തുനിന്നുള്ള ഉദ്ദേശിച്ചത്. പിന്നെ അതുപോലെ നമ്മളിപ്പം 150 രൂപയ്ക്കാണ് ബോട്ടിൽ ടിക്കറ്റ് എടുക്കുന്നത് അങ്ങോട്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുക, അതിനുശേഷം അവിടെ എൻജോയ് ചെയ്തതിന് ശേഷം തിരിച്ചു വരിക, അതാണ് വരുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ വള്ളത്തിലൊരു യാത്രയുണ്ട്. അത് 100 രൂപയാണ് അതിനൊരാൾക്ക് ഈടാക്കുന്നത്. പക്ഷെ അതെന്ന് പറഞ്ഞാൽ ഈ അഷ്ടമുടിക്കായലിനുള്ളിൽ തന്നെ കണ്ടൽക്കാടുകൾക്കിടയിലൂടെ ഒരു അരമണിക്കൂർ നമുക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യമാണ്. അപ്പം നമ്മൾ അതിലും യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാരണം പല തരത്തിലുള്ള കണ്ടൽക്കാടുകൾക്കിടയിലൂടെ യാത്ര ചെയ്യാന്ന് പറയുന്നത് മറ്റൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം അവിടെ ചെന്നിട്ട് ഇത് ചൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക് അതൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. അതാ കാണുന്നതാണ് സാമ്പ്രാണിക്കൊടി ഐലൻഡ്. ആ കാണുന്ന പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത് കേട്ടോ. ഇറങ്ങുന്നതും അതുപോലെ കയറുന്നതും ഈ പ്ലാറ്റ്ഫോമിലേക്ക് നിന്നുകൊണ്ടാണ്. പിന്നെ ഈ ഇറങ്ങുന്ന വെള്ളത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ആഴമുള്ള പോലെ തോന്നും. പക്ഷെ മുട്ടപ്പം ആഴം മാത്രമേ ഈ ഏരിയയിലുള്ളൂ. അത് മാത്രമല്ല, പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടൈമിങ് 4:30 വരെയുള്ളൂ കേട്ടോ. 4:30 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ അനുവാദമില്ല.
അപ്പോൾ 4:30 വരെയാണ് നമുക്ക് അവിടെ, കാരണം കൂടുതൽ ഈ വേലിയേറ്റത്തിൻ്റെ ഒക്കെ ഒരു ടൈം ആയതുകൊണ്ടാവാം